നമ്മുടെ വീഡിയോ ഒരു നാടൻ കറി തയ്യാറാക്കുന്നതാണ്. മത്തങ്ങയും കായും വെച്ചുള്ള ഒരു നാടൻ കറിയാണ്. അപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 250 ഗ്രാം മത്തങ്ങ എടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു കായും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക. തെങ്ങയുടെയും കായുടെയും ഒക്കെ തൊലിയൊക്കെ കളഞ്ഞ് ഇതൊന്ന് കഴുകി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഞാൻ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ ഒരു 3-4 പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അല്പം വെള്ളവും കൂടെ ഒഴിച്ച് നമുക്കിത് അടച്ച് വെച്ച് ഒരു വിസിൽ കൊടുത്തൊന്ന് ഇറക്കി വെക്കാം. ഇനി ഇതിനുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാൻ അതിനായിട്ട് ഞാനിവിടെ അരമുറി തേങ്ങ തിരുമ്മി എടുത്തിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ 2-3 അല്ലി ചുവന്നുള്ളിയും അതുപോലെ തന്നെ 2 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകം കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് ഇതൊന്ന് മാറ്റി വെക്കുക. തേങ്ങയും കായും എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇതും നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഇതിന് കടുക് വറുക്കുക. അതിനായിട്ട് ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ കടുക് പൊട്ടിയ സമയത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി, കറിവേപ്പില, ഉണക്കമുളക് എന്നിവ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് മൂത്ത് വരുന്ന സമയത്ത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ മത്തങ്ങയും കായും വെച്ചുള്ള നാടൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.